നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഗസയിൽ ബോംബാക്രമണം നിർത്തണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം വകവയ്ക്കാതെ ഇസ്രയേൽ. ഇന്ന് നടത്തിയ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. ഗസയുടെ അധികാരവും നിയന്ത്രണവും വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചാൽ ഹമാസ് സമ്പൂർണ്ണ ഉന്മൂലനം നേരിടേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ട്രംപിന്റെ സമാധാന പദ്ധതിയിൽ നാളെ ഈജിപ്തിൽ ചർച്ചകൾ നടക്കും. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകനായ ജെറഡ് കുഷ്നറും ഇസ്രയേലിന്റെയും ഹമാസിന്റെയും പ്രതിനിധി സംഘങ്ങളും ചർച്ചയിൽ പങ്കെടുക്കും. ബന്ദികളുടെ മോചനത്തിനായുള്ള സാഹചര്യം ഒരുക്കാനും ദീർഘകാല വെടിനിർത്തലിനായുള്ള ചർച്ചകളുമാണ് നാളെ നടക്കുക. വിമാന കമ്പനികൾക്ക് സുപ്രധാന നിർദ്ദേശവുമായി DGCA. ഉത്സവ സീസണുകളിലെ നിരക്ക് വർധന നിയന്ത്രിക്കാൻ കൂടുതൽ സർവീസുകൾ വിന്യസിക്കാൻ നിർദ്ദേശം. എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് വിമാന കമ്പനികൾ കൂടുതൽ സർവീസുകൾ വിന്യസിക്കും. ഇൻഡിഗോ 42 റൂട്ടുകളിൽ 730 വിമാനങ്ങളും എയർ ഇന്ത്യ 20 റൂട്ടുകളിൽ 486 വിമാനങ്ങളും സ്പൈസ് ജെറ്റ് 38 റൂട്ടുകളിൽ 546 വിമാനങ്ങളും പുതുതായി വിന്യസിക്കും. സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് നിരക്ക് വർധന ഒഴിവാക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം. പാലക്കാട്ടെ 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ന്യായീകരണവുമായി ആശുപത്രി അധികൃതരും KGMOയെയും. ഡോക്ടേഴ്സിന്റെ വീഴ്ചയല്ലെന്നും അപൂർവമായി ഉണ്ടാകുന്ന കോംപ്ലിക്കേഷനാണെന്നും പാലക്കാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PK ജയശ്രീ പറഞ്ഞു. നിറവ്യത്യാസവും വേദനയും ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ എത്തണമെന്ന് നിർദ്ദേശിച്ചെന്ന ഡോക്ടേഴ്സിന്റെ വാദം പച്ചക്കള്ളമെന്നാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പ്രതികരണം. വിരലുകൾ അനക്കണം, കാരണം എന്നാലേ രക്തസംക്രമണം ഉണ്ടാവുള്ളൂ, നീര് വെക്കാതിരിക്കുള്ളൂ എന്നുള്ളത് പറയും. പ്ലാസ്റ്റർ ഇട്ട ഭാഗത്തിന് നീര്, വേദന ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വരണം എന്നുള്ള പ്രത്യേക നിർദ്ദേശം ആശുപത്രിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പരുക്കുമായി ആശുപത്രിയിലെത്തിയ പെൺകുട്ടിയുടെ കുടുംബത്തിന് നിർദ്ദേശങ്ങൾ നൽകിയെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെയും ഓർത്തോ വിഭാഗം മേധാവിയുടെയും വിശദീകരണം. എന്നാൽ ഇത് നുണയെന്ന് കുട്ടിയുടെ മാതാവ് പ്രസീത 24നോട്. അവര് ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവരങ്ങനെ പറഞ്ഞിട്ടില്ല. പെൺകുട്ടിക്ക് എക്സ്റേ പരിശോധിച്ച് ചികിത്സ നൽകി. എന്നാൽ രക്തക്കുഴലിന്റെ ഉള്ളിലെ പാളിയിൽ മുറിവുണ്ടായാൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ലെന്ന് ഡോക്ടേഴ്സ്. DMOയ്ക്ക് ലഭിച്ച റിപ്പോർട്ട് സമർത്ഥിച്ചാണ് ഡോക്ടേഴ്സിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന വാദം. സാഹചര്യങ്ങൾ വിലയിരുത്തി ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് ആരോഗ്യമന്ത്രി കുടുംബത്തിന് നൽകിയിരിക്കുന്ന ഉറപ്പ്. ചികിത്സാ സഹായമടക്കം ഉറപ്പാക്കി സംരക്ഷിക്കുമെന്ന് MLA K ബാബു പറഞ്ഞു. എന്ത് ചികിത്സ ആവശ്യമായി വരുന്നു ആ ചികിത്സ കൊടുക്കാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തും എല്ലാവിധത്തിലുള്ള സഹായം ഉറപ്പാക്കും എന്നതിനൊരു തർക്കമേ ഇല്ല. 24 പാലക്കാട്. ചുമമരുന്ന് കഴിച്ച് കുട്ടികൾ മരിച്ചതിൽ അടിയന്തര യോഗം ചേർന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത യൂണിറ്റുകളുടെ ലൈസൻസുകൾ റദ്ദാക്കിയേക്കും. മധ്യപ്രദേശിൽ മരുന്ന് നിർദ്ദേശിച്ച് ഡോക്ടർ അറസ്റ്റിലായി. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിൽ കോൾഡ്രിഫ് കഫ് സിറപ്പ് നിരോധിച്ചു. ചുമയ്ക്കുള്ള കോൾഡ്രിഫ് കഫ് സിറപ്പ് കഴിച്ച് മധ്യപ്രദേശിലും രാജസ്ഥാനിലും 14 കുട്ടികൾ മരിച്ച പശ്ചാത്തലത്തിലാണ് ആരോഗ്യ മന്ത്രാലയം അടിയന്തര യോഗം ചേർന്നത്. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ സെക്രട്ടറിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കഫ് സിറപ്പുകളുടെ യുക്തിപൂർവമായ ഉപയോഗം ഉറപ്പാക്കാനും നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കാനും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത യൂണിറ്റുകളുടെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കം കടുത്ത നടപടികളുണ്ടായേക്കും. മധ്യപ്രദേശിൽ കുട്ടികൾക്ക് മരുന്ന് നിർദ്ദേശിച്ച ഡോക്ടർ പ്രവീൺ സോണിയെ മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. നിയമവിരുദ്ധമായി മരുന്നു നൽകിയതിന് ഡോക്ടർ പ്രവീൺ സോണിയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കോൾഡ്രിഫ് സിറപ്പ് നിർമ്മിച്ച തമിഴ്നാട് കാഞ്ചീപുരം ജില്ലയിലെ ശ്രീസൻ ഫാർമസ്യൂട്ടിക്കൽസിനെതിരെയും കേസെടുത്തു. മരുന്നിന്റെ സാമ്പിളുകളിൽ 48.6% ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തി. 6 സംസ്ഥാനങ്ങളിലായി മരുന്ന് നിർമ്മാണം നടത്തുന്ന 19 ഇടങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധന ആരംഭിച്ചു. മരുന്നിൽ ദോഷകരമായ പദാർത്ഥങ്ങളുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഗുജറാത്ത് സർക്കാർ നിർദ്ദേശം നൽകി. 24 ഡൽഹി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ തുടർച്ചയായ 2ാം ദിവസവും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത് ദേവസ്വം വിജിലൻസ്. ശബരിമലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളാണ് ഇന്ന് ചോദിച്ചറിഞ്ഞത്. അതേസമയം 2019 കൈമാറിയത് ചെമ്പ് പാളികളാണെന്ന ദിവസങ്ങൾക്ക് മുമ്പുള്ള നിലപാടിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന A പത്മകുമാർ മലക്കം മറിഞ്ഞു. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്തും പുറത്തും സംഭാവന സ്വീകരിച്ചിട്ടുണ്ടോ, തങ്കവാതിൽ ഘോഷയാത്രയുടെ പണച്ചിലവ് തുടങ്ങിയ കാര്യങ്ങളിലാണ് ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് വ്യക്തത തേടിയത്.
3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി മടങ്ങി. അതൊക്കെ ഹൈക്കോടതിയിൽ ഇപ്പൊ അന്വേഷണത്തിലും എല്ലാം വെളിപ്പെടും. എന്നെ പ്രതിക്കൂട്ടിലാക്കിയെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാര്യം സത്യം തെളിയുമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ. 2019 ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ കൈമാറിയത് ചട്ടങ്ങൾ പാലിക്കാതെ എന്ന് വ്യക്തമാക്കുന്ന മാസ്റ്റർ വിവരങ്ങൾ പുറത്തു വന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ചെമ്പ് പാളി എന്ന മുൻ പ്രസ്താവന അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ തിരുത്തി. 44 കിലോ സ്വർണം കൊണ്ടുപോയി. തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 38 കിലോ സ്വർണമേ ഉള്ളൂ. 6 കിലോ സ്വർണത്തിന്റെ കുറവ് വന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് ചെമ്പ് പാളിയാണ്, ഇത്രയും തൂക്കം വരുന്നത് ചെമ്പ് പാളിയാണ്, അതിന് പ്ലേറ്റ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വിവാദങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും CBI അന്വേഷണം വേണമെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. ഒരു CBIയുടെ തന്നെ അന്വേഷണം വെച്ചുകൊണ്ട് ഇതിന്റെ മൊത്തം എവിടെയെല്ലാം എന്തെല്ലാം പോയി കണ്ടെടുത്തി അവരുടെ പേരിൽ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുവാനും ഗവൺമെന്റ് തയ്യാറായാൽ നന്നായിരിക്കും. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കാനും ദേവസ്വം വിജിലൻസ് നീക്കം നടത്തുന്നുണ്ട്. വാസുദേവൻ ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 3 സഹായികളെയും ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ CBI അന്വേഷണം നടത്തട്ടെ എന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഏത് കാലത്താണ് സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ടത് എന്നതിൽ കൃത്യത വരണമെന്നും നടപടിയെടുക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അഴിമതിയും കെടുകാര്യസ്ഥതയും കൊണ്ട് എന്നും വിവാദങ്ങളിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡെന്നും വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെ ഒരുപാട് അഴിമതി കെടുകാര്യസ്ഥതയില്ലാതെ എന്നും ആരോപണങ്ങൾക്ക് വിധേയമായി നിൽക്കുന്ന ഒരു ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഒരു CBIയുടെ തന്നെ അന്വേഷണം വെച്ചുകൊണ്ട് ഇതിൻ്റെ മൊത്തം എവിടെയെല്ലാം എന്തെല്ലാം പോയി, ഇതിൻ്റെ ആസ്തി ബാധ്യത, അതുപോലെ സ്വർണങ്ങൾ, ഇതെല്ലാം എന്തുമാത്രമുണ്ട് എന്ന് തിട്ടപ്പെടുത്തിയും നഷ്ടപ്പെടുത്തുക എവിടെയാണെന്നും എല്ലാം കണ്ടെടുക്കുവാനുള്ള അത് ആ കാലത്ത് ആരാണെന്ന് കണ്ടെടുത്തി അവരുടെ പേരിൽ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുവാനും ഗവൺമെന്റ് തയ്യാറായാൽ നന്നായിരിക്കും. എന്നാലേ ഒരു ഭയമുണ്ടാവുള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലേക്ക്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും. ചൊവ്വാഴ്ചയാണ് കൂടിക്കാഴ്ച. വയനാടിന് കൂടുതൽ ധനസഹായം അനുവദിക്കണമെന്നതടക്കമുള്ള കേരളത്തിന്റെ ആവശ്യങ്ങൾ കൂടിക്കാഴ്ചയിൽ അമിത്ഷാ അറിയിക്കും. പ്രധാനമന്ത്രിയുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയേക്കും. വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് 260 കോടി രൂപ മാത്രമാണ് കേന്ദ്രം അനുവദിച്ചിരുന്നത്. ഈ തുക പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് അപര്യാപ്തമാണെന്നും അർഹമായ തുക അനുവദിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. നാഷണൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ നഴ്സസ് ഓഫ് അമേരിക്കയുടെ 5ാമത് ക്ലിനിക്കൽ എക്സലൻസ് ആൻഡ് ലീഡർഷിപ്പ് കോൺഫറൻസ് പെൻസിൽവാനിയയിൽ നടന്നു. പെൻസിൽവാനിയ ഇന്ത്യൻ അമേരിക്കൻ നഴ്സസ് അസോസിയേഷനായിരുന്നു മുഖ്യ സംഘാടകർ. ന്യൂയോർക്കിൽ നിന്ന് റോബിൻ ചെറിയാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നേഴ്സിംഗ് മികവ് മെച്ചപ്പെടുത്തുക എന്ന പ്രമേയത്തിൽ 2 ദിവസങ്ങളിലായി നടന്ന കോൺഫറൻസിൽ വിദഗ്ധരുടെ പാനൽ ചർച്ചകൾ, പ്രഭാഷണങ്ങൾ, വിവിധ സെഷനുകൾ എന്നിവ കോൺഫറൻസിനെ വിജയകരമാക്കി. ഇന്ത്യൻ വംശജരായ നേഴ്സുമാരെ ശാക്തീകരിക്കുന്നതിനും അവരുടെ സംഭാവനകൾ എടുത്തു കാണിക്കുന്നതിനും വേദിയായി നൈനയുടെ 5ാമത് കോൺഫറൻസ്. Enduring commitment to excellence in healthcare and dedication to strengthening cultural and professional ties among nurses across the Commonwealth of Pennsylvania. ആരോഗ്യ പരിപാലന രംഗത്തെ വിദഗ്ധർ നൽകിയ മാർഗനിർദ്ദേശങ്ങൾ പുതിയതായി സംഘടനയിൽ അംഗത്വമെടുത്തവർക്ക് ഏറെ ഉപകാരപ്രദമായി. കാലിഫോർണിയ മുതൽ ന്യൂയോർക്ക് വരെയുള്ള 30ഓളം സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള നേഴ്സുമാരുടെ പങ്കാളിത്തം കോൺഫറൻസിൻ്റെയും നൈനയുടെയും കരുത്ത് വെളിപ്പെടുത്തുന്നതായി. സംഘടനയുടെ ലക്ഷ്യങ്ങൾ പ്രാവർത്തികമാക്കേണ്ടതിനെക്കുറിച്ചും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ നടപ്പിലാക്കുവാൻ കഴിയുന്ന നല്ല പദ്ധതികളെക്കുറിച്ചും സമ്മേളനത്തിൽ അഭിപ്രായമുയർന്നു. നേഴ്സുമാർക്ക് പുറമെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ നിന്നും നിരവധി പേർ നൈനയുടെ ക്ഷണം സ്വീകരിച്ച് കോൺഫറൻസിൽ പങ്കെടുത്തു. നൈനയുടെ പ്രസിഡന്റ് ഉമാമഹേശ്വരി വേണുഗോപാൽ, ലിഫി ചെറിയാൻ, താര ഷാജൻ, പിയാനോ പ്രസിഡന്റും ചാപ്റ്റർ കൺവീനറുമായ ബിന്ദു എബ്രഹാം എന്നിവരുൾപ്പെടെയുള്ള ഒരു വലിയ ടീമായിരുന്നു കോൺഫറൻസ് സംഘടിപ്പിച്ചത്. ന്യൂയോർക്കിൽ നിന്നും റോബിൻ ചെറിയാൻ, 24 USA. അമേരിക്കയിൽ ഓണാഘോഷം തുടരുകയാണ്. ന്യൂയോർക്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂട്ടായ്മയുടെ ഓണാഘോഷത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ന്യൂയോർക്കിൽ നിന്ന് റോബിൻ ചെറിയാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
ഓണക്കാലം കഴിഞ്ഞിട്ടും ഓണാഘോഷം തുടരുകയാണ് ന്യൂയോർക്കിൽ. ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്ന പേരിൽ ഒരു കൂട്ടം മലയാളികൾ സെന്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയ ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടുകയും ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ഈ ആഘോഷ പരിപാടിയിലേക്ക് തുടരും എന്ന മലയാള ചിത്രത്തിലെയും പുഷ്പ 2 എന്ന തെലുങ്ക് ചിത്രത്തിലെയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മോഹൻലാലിന്റെയും ശോഭനയുടെയും ജോർജ് സാറിന്റെയും ഫഗത് ഫാസിലിന്റെയും അപരന്മാർ അപ്രതീക്ഷിതമായി കടന്നു വന്നത് ഈ ഓണാഘോഷ പരിപാടിയെ കൂടുതൽ ആവേശത്തിലാക്കുകയും വ്യത്യസ്തമാക്കുകയും ചെയ്തു. മഹാബലി തമ്പുരാനും ചെണ്ടമേളവും തിരുവാതിരയും ആഘോഷ പരിപാടികൾക്ക് കൂടുതൽ മാറ്റുകൂട്ടുകയുണ്ടായി. വിഭവസമൃദ്ധമായ ഓണസദ്യയോടുകൂടി അവസാനിച്ച ഈ പരിപാടിയിൽ നൂറുകണക്കിന് മലയാളികൾ പങ്കെടുക്കുകയുണ്ടായി. ന്യൂയോർക്കിൽ നിന്നും റോബിൻ ചെറിയാൻ, 24 USA. മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ കുവൈറ്റ് ചാപ്റ്റർ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫർവാനിയ ബദർ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ 100-ലധികം പേർ പങ്കെടുത്തു. രക്തപരിശോധന, രോഗനിർണയ പരിശോധനകൾ, ഡോക്ടർ കൺസൾട്ടേഷൻ എന്നിവ സൗജന്യമായി ഒരുക്കിയിരുന്നു. കുവൈറ്റ് KMCC തൃശൂർ ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. അബ്ബാസിയ ഇന്റഗ്രേറ്റഡ് ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ 100-കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഹബീബുള്ള മുറ്റിച്ചൂർ അധ്യക്ഷത വഹിച്ചു. ദുബായിൽ പ്രവർത്തനം ആരംഭിക്കാനൊരുങ്ങി FCL ലോയേഴ്സ്. മെൽബൺ, സിഡ്നി, ബ്രിസ്ബേൺ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഓസ്ട്രേലിയയിലെ പ്രമുഖ നിയമ സ്ഥാപനങ്ങളിലൊന്നായ FCL ലോയേഴ്സ് അടുത്ത വർഷം ജനുവരിയിലാണ് ദുബൈയിൽ പുതിയ ഓഫീസ് തുറക്കുക. 2026 മധ്യത്തോടെ മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഗ്രൂപ്പ് തയ്യാറെടുക്കുകയാണെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. UAE-യിലും മിഡിൽ ഈസ്റ്റ് മേഖലയിലും താമസിക്കുന്ന പ്രവാസികൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഓസ്ട്രേലിയയിലെ നിയമസേവനങ്ങൾ എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദുബായിൽ പുതിയ ഓഫീസ് തുറക്കുന്നത്. കോർപ്പറേറ്റ് ലോ, മെർജേഴ്സ് ആൻഡ് അക്യൂസിഷൻസ്, എംപ്ലോയ്മെന്റ് ലോ, ഫാമിലി ലോ, പ്രോപ്പർട്ടി ലോ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ എന്നിവ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പുതിയ ഓഫീസിൽ ലഭ്യമാക്കുമെന്ന് FCL ലോയേഴ്സ് ഡയറക്ടറും പ്രിൻസിപ്പൽ ലോയറുമായ താര സുജിത് കുമാർ പറഞ്ഞു. UAE-യിലെ പ്രവാസികളും സംരംഭകരും നേരിടുന്ന നിയമപ്രശ്നങ്ങൾക്ക് അനുയോജ്യമായ പരിഹാരങ്ങൾ നൽകാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ഫ്ലൈവേൾഡ് ഗ്രൂപ്പ് CEO റോണി ജോസഫ് പറഞ്ഞു. ഈ ജനുവരിയിൽ വരുന്ന ഫ്ലൈവേൾഡ് കൊമേഴ്ഷ്യൽ ലോയേഴ്സിന് കൂടുതലും കോർപ്പറേറ്റ് റീസ്ട്രക്ചറിംഗ്, ഫാമിലി ലോ റിലേറ്റഡ്, പ്രോപ്പർട്ടി ആൻഡ് വിൽസ് ആൻഡ് എസ്റ്റേറ്റ് എന്നുള്ള മേഖലകളിൽ ദുബായിലുള്ളവർക്ക് എന്ത് തരത്തിലുള്ള ലീഗൽ സർവീസസ് വേണമെങ്കിലും ഫ്ലൈവേൾഡ് കൊമേഴ്ഷ്യൽ ലോയേഴ്സിന് FCL ലോയേഴ്സിന് തരാനായിട്ട് സാധിക്കും. 2026 മധ്യത്തോടെ മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഗ്രൂപ്പ് തയ്യാറെടുക്കുകയാണെന്നും റോണി ജോസഫ് അറിയിച്ചു. ഫ്ലൈവേൾഡ് ഓവർസീസ് എഡ്യൂക്കേഷൻ ഡയറക്ടർ റോബി ജോസഫ്, ഫ്ലൈവേൾഡ് UK ഡയറക്ടർ ടിൻസ് എബ്രഹാം, മിഡിൽ ഈസ്റ്റ് റീജിയണൽ ഹെഡ് ഡാനിയൽ ജോണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 24 ദുബായ്. ഇന്ത്യയിലെ വോട്ടുകൊള്ളയിൽ പ്രതികരിക്കാത്ത 2 നേതാക്കളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനുമെന്ന് T. സിദ്ദിഖ് MLA ദുബൈയിൽ പറഞ്ഞു. ഇവരുടെ മൗനം അതീവ ഗുരുതരമാണെന്നും ഗൗരവമായി കാണണമെന്നും T. സിദ്ദിഖ് ആരോപിച്ചു. വോട്ടിന്റെ കൊള്ളയെക്കുറിച്ച് ഇന്ത്യ രാജ്യത്ത് സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടാത്ത 2 പ്രധാന നേതാക്കന്മാർ അന്ന് ഒന്ന് നരേന്ദ്രമോദിയും 2 ശ്രീ പിണറായി വിജയനുമാണ് എന്നുള്ളത് നമ്മളാരും മറന്നുപോകുന്നു. ഇതിനെതിരായിട്ടുള്ളതായ പോരാട്ടം സമഗ്രതലത്തിലേക്ക് കൊണ്ടുപോകാനും ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണ്ണത്താടി അടക്കം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ മടി കാണിക്കാത്ത സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടം കേരളം ഭരിച്ചുകൊണ്ടിരിക്കും. ഈ ഭരണകൂടത്തെ താഴെ ഇറക്കാനുമുള്ള വലിയ പോരാട്ടം വലിയ തലത്തിൽ ആത്മവിശ്വാസം പകരുന്ന ഒന്നായി ഈ ചടങ്ങ് മാറും. മോഹൻലാലിനെ ആദരിക്കാനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള PR വർക്കായി മാറ്റിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മോഹൻലാലിനുള്ള ആദരമായതിനാൽ വിവാദമാക്കാനില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. സർക്കാർ ഇത്തരം കാര്യങ്ങളെ അഭിനന്ദിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിൽ ആണ് ആ പരിപാടി സംഘടിപ്പിച്ചത്.
എന്തായാലും മോഹൻലാലിൻ്റെ ചടങ്ങായതുകൊണ്ട് ഞങ്ങളത് വിവാദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. മോഹൻലാലിനെ കേരളം എല്ലാവരും സ്നേഹിക്കുന്ന അംഗീകരിക്കുന്ന ഒരു മഹാനടനാണ്. സംഘാടകരാണ് തീരുമാനിക്കേണ്ടത് മോഹൻലാലിനെ സങ്കുചിത താല്പര്യത്തിനുവേണ്ടി ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത്. അവരുടെ കുഴപ്പമാണ്. അവർ തെരഞ്ഞെടുപ്പിനെ തൊട്ട് മുമ്പ് ഒരു PR കണക്കൂട്ടിയുണ്ട്. PRൻ്റെ അവരുടെ ഓരോ കാര്യങ്ങൾ ഇനിയിപ്പോൾ ഫുട്ബോൾ ഇതുപോലെ ആക്കാനാണ് അവരുദ്ദേശിക്കുന്നത്. കോൺഗ്രസിൽ നിന്നുയരുന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി ഡോക്ടർ ശശി തരൂർ MP രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതിയെന്ന് ശശി തരൂർ പറഞ്ഞു. നെഹ്റുവിന്റെ വാക്കുകൾ ഉപയോഗിച്ചായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം. ശ്രീനാരായണ ഗുരു പറഞ്ഞില്ലേ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അതുപോലെ ഞാൻ പറയട്ടെ, രാഷ്ട്രമേതായാലും രാഷ്ട്രം നന്നായാൽ മതി. അതാണ് എൻ്റെ വിശ്വാസം. അത് ഈ 17 വർഷം രാഷ്ട്രീയത്തിലും ആ വിശ്വാസം ഞാൻ മുമ്പോട്ട് വെച്ചിട്ടാണ് എൻ്റെ എല്ലാ പ്രവർത്തനവും ചെയ്തിരിക്കുന്നത്. എൻ്റെ എല്ലാ പ്രഭാഷണവും എല്ലാ വിശ്വാസവും എല്ലാ ആക്ഷൻസ് ആ വിശ്വാസത്തിലാണ്. പ്രകാശ് രാജ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ ജൂറി ചെയർമാൻ. സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. 128 സിനിമകളാണ് അവാർഡിന് എത്തിയത്. നാളെ രാവിലെ സ്ക്രീനിംഗ് ആരംഭിക്കും. വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പരാമർശം മറയ്ക്കാൻ ശ്രമിക്കുന്നവരായി CPIM മാറിയെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി ദുബൈയിൽ ആരോപിച്ചു. അയ്യപ്പ സംഗമവും വനിതാ മതിലും നടത്തിയിട്ട് CPIM എന്ത് നേടിയെന്ന് വ്യക്തമാക്കണമെന്നും ഷാജി ചോദിച്ചു. ദുബൈയിൽ CH മുഹമ്മദ് കോയ രാഷ്ട്രസേവാ പുരസ്കാര വേദിയിലാണ് ഈ പരാമർശം. എല്ലാ ആഴ്ചയിലും വെള്ളാപ്പള്ളിക്കൊരു സ്വീകരണം, മുഖ്യമന്ത്രിയുടെ പ്രശംസ, മന്ത്രിയുടെ കെട്ടിപ്പിടിക്കൽ, അത് കഴിഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ വിഷം നിറഞ്ഞ പ്രസംഗം, ആ വിഷത്തുപ്പല് തുടച്ചു കൊടുക്കുന്ന പണിയാണ് കേരളത്തിൽ CPM ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ വിഷത്തുപ്പൽ തുടക്കുന്ന പണിയാണ് CPM കേരളത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടു കേരളത്തിലൊരു അയ്യപ്പ സംഘം. CPM പറയുന്ന ഒരു ന്യായമുണ്ട്, നിങ്ങൾ എല്ലാവരും സൂക്ഷ്മതയോടെ കേൾക്കേണ്ട ന്യായം ഇതാണ്. BJPക്ക് ഹിന്ദുക്കളെ വിട്ടുകൊടുക്കാതിരിക്കാൻ ഞങ്ങളത് ചെയ്യുന്നു എന്നാണ്. BJPക്ക് ഹിന്ദുക്കളെ വിട്ടുകൊടുക്കാതിരിക്കാൻ CPM വേറൊരു BJP ആവുകയാണോ വേണ്ടത്? ലഹരി വ്യാപനത്തിനെതിരെ സംസ്ഥാനത്ത് നടപടികൾ കർശനമാക്കുമെന്ന് SKN40 രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. വിതരണ ശൃംഖലകൾ കണ്ടെത്തി ഇല്ലാതാക്കും. ജനകീയ ഇടപെടലാണ് വേണ്ടതെന്നും DGP ജ്യോതിർഗമയിൽ പറഞ്ഞു. ലഹരി വിൽപ്പനയ്ക്കെതിരെ നടപടികൾ കർശനമാക്കിയെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. യൂസേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക, അവരെ അതിനുവേണ്ടി പിന്തിരിപ്പിക്കാനുള്ള ഒരു കാര്യം നടക്കുന്നതാണ്. രണ്ടാമത്തേത് പെഡലേഴ്സിനെ അല്ലെങ്കിൽ സപ്ലയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക, അവർക്കെതിരായിട്ടുള്ള കർശനമായ നടപടി സ്വീകരിക്കുക. ലഹരിക്കെതിരായ 24ന്റെ ദൗത്യം രാജ്യത്തിനു തന്നെ മാതൃകയെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഇന്ന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് അത് എടുത്തിരിക്കുന്നത്. 24നോട് പ്രത്യേകം രാജ്യം തന്നെ കടപ്പെട്ടിരിക്കുകയാണെന്നാണ് എൻ്റെ അഭിപ്രായം. വിമുക്തിയിലൂടെ ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷ നേടിയവരെ കുരുക്കാൻ ലഹരി മാഫിയ പ്രവർത്തിക്കുന്നതായി എക്സൈസ് കണ്ടെത്തി. ഇതിനെതിരെ നടപടികൾ കർശനമാക്കുകയാണ് എക്സൈസ് വകുപ്പ്. ഇയാളുടെ പുറകെ കൂടിയിരുന്ന മാഫിയ അല്ലെങ്കിൽ ഇവരുടെ കൂട്ടുകച്ചവടക്കാരായിട്ടുള്ള ആൾക്കാർ ഇയാൾക്കെതിരെ പരാതി അയക്കുകയാണ്. ഇയാളെ കാണാതെ വരുമ്പോൾ ഇയാളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അയാൾക്കെതിരെ പരാതി അയക്കുന്ന സാഹചര്യം പോലും നിലവിലുണ്ട്. അപ്പോൾ ഇയാൾ വീണ്ടും ഈ രംഗത്തേക്ക് വരണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ലഹരിക്കെതിരായ ബോധവൽക്കരണവും മാർഗനിർദ്ദേശവും ശരിയായ രീതിയിലാകണമെന്ന് നാർക്കോട്ടിക്സ് അക്കാദമി മുൻ മേധാവി G ശ്രീകുമാർ മേനോൻ. ഇതിന് രണ്ട് വശമുണ്ട്. നമ്മൾ ഡ്രഗ്സിൽ ഡീൽ ചെയ്യുമ്പോൾ പറയും, അതായത് നമ്മൾ ഡ്രഗ്സിനെ കുറിച്ച് നമ്മൾ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഒരു അറിവില്ലാത്ത ആൾ പോലും അതിന് മുകളിൽ എൻലൈറ്റൻഡ് ആവും. ഈ ബോധവൽക്കരണം കൊടുക്കുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാർക്കും ബോധവൽക്കരണം വരും. അപ്പോൾ ദേ മേ ബി ടെംപ്റ്റഡ് ടു യൂസ് ഇറ്റ്. ലഹരി വിരുദ്ധ സന്ദേശവുമായി നാർക്കോട്ടിക്സ് അക്കാദമി മുൻ മേധാവി എഴുതിയ ഹിമാലയൻ ബ്ലൂ പോപ്പി പുസ്തക പ്രകാശനം 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നിർവഹിച്ചു. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, അങ്ങയുടെ അനുവാദത്തോടുകൂടി. അപ്പോൾ ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ നമുക്കൊരു VIP ഉണ്ട്, അനുജ രാജേഷ്. ആൾക്കാരിൽ ഒരു എത്തട്ടെ ഈ സന്ദേശം. ന്യൂസ് ഡെസ്ക് 24. ഹിമാലയൻ മേഖലയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും പ്രളയക്കെടുതി രൂക്ഷം. നേപ്പാളിൽ 47 പേർ മരിച്ചു. വടക്കൻ ബംഗാളിലെ ഡാർജിലിംഗിൽ മരണം 17ആയി. സാഹചര്യങ്ങൾ നിരീക്ഷിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. വടക്കൻ ബംഗാളിലെ ഡാർജിലിംഗിൽ അതീവ രൂക്ഷമാണ് സാഹചര്യം.
മണ്ണിടിച്ചിലിൽ മിരിക്, സുക്കിയ, പൊഖാരി എന്നിവിടങ്ങളിൽ മാത്രം 14 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. നിരവധി പേരെ കാണാതായി. മണ്ണിടിച്ചിലിൽ പശ്ചിമബംഗാളിലും സിക്കിമിനും ഇടയിലുള്ള റോഡ് ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു. ബാലസൺ നദിക്ക് കുറുകെയുള്ള ദുഡിയ ഇരുമ്പുപാലം തകർന്നതോടെ ഡാർജിലിംഗിനും സിരിഗുഡിക്കും ഇടയിലുള്ള പ്രധാന റോഡ് തടസ്സപ്പെട്ടു. നേപ്പാളിൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിലുള്ള ഇലാം ജില്ലയിലുണ്ടായ വ്യാപക മണ്ണിടിച്ചിലിൽ നിരവധി പാലങ്ങൾ ഒലിച്ചുപോയി. റോഡുകൾ തകർന്നു. കോശി ബാരേജിന്റെ 56 ഗേറ്റുകളും തുറന്നു. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാളിന് പിന്തുണ അറിയിച്ചു. മേഖലയിലെ സാഹചര്യങ്ങൾ പ്രധാനമന്ത്രി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വടക്കൻ ബംഗാൾ, സിക്കിം, മേഘാലയ എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ടും ബീഹാർ, ജമ്മു കശ്മീർ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്. 24 ഡൽഹി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ബീഹാറിൽ SIR നടപ്പാക്കിയത് നിയമപരമായാണ്. നവംബർ 22 മുൻപ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ വ്യക്തമാക്കി. 1-2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടത്. നിയമസഭയുടെ കാലാവധി നവംബർ 22 അവസാനിക്കും. അതിനു മുമ്പായി തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുമെന്ന് ഗ്യാനേഷ് കുമാർ. स्पेशल इंटेंसिव रिवीजन ये कार्य 24 जून 2025 से शुरू हुआ और कालावधि पूर्ण होने से पहले ही समयबद्ध तरीके से सभी मतदाताओं के सहयोग के साथ समाप्त हुआ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരെ കമ്മീഷണർ അഭിനന്ദിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ ബീഹാറിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനായെന്നും കമ്മീഷൻ. ബീഹാർ തെരഞ്ഞെടുപ്പ് മാതൃകയാക്കിയാകും ഇനി രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ നടത്തുക. ഓരോ പോളിംഗ് ബൂത്തിലും പരമാവധി 1200 വോട്ടുകൾ മാത്രമാണ് ഉണ്ടാകുകയെന്ന് കമ്മീഷൻ അറിയിച്ചു. എല്ലാ പോളിംഗ് ബൂത്തിലും 100% വെബ്കാസ്റ്റിംഗ്, പട്ടികയിൽ സ്ഥാനാർത്ഥികളുടെ കളർ ഫോട്ടോകൾ ഉൾപ്പെടുത്തും, സീരിയൽ നമ്പറുകൾ വലിയ അക്കത്തിൽ രേഖപ്പെടുത്തും തുടങ്ങിയവയാണ് മറ്റു പരിഷ്കാരങ്ങൾ. 24 ഡൽഹി. തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയിയുടെ പ്രചാരണ വാഹനം ഇടിച്ചുണ്ടായ അപകടത്തിൽ കേസെടുത്തു പോലീസ്. നടപടിയെടുക്കാത്തതിൽ പോലീസിനെ മദ്രാസ് ഹൈക്കോടതി വിമർശിച്ചിരുന്നു. ഇതിനിടെ ദുരന്തം അന്വേഷിക്കുന്ന പ്രത്യേക സംഘം കരൂരിലെത്തി. നാമക്കലിൽ നിന്ന് കരൂരിലേക്കുള്ള യാത്രയിൽ തവിട്ടുപാളയം ചെക്ക് പോസ്റ്റിന് സമീപമായിരുന്നു അപകടം. അലക്ഷ്യമായി വാഹനമോടിച്ചതിനാണ് വേലായുധം പാളയം പോലീസ് കേസെടുത്തത്. അപകടത്തിന് ശേഷം വാഹനം നിർത്താതിരുന്നത് ചോദ്യം ചെയ്ത മദ്രാസ് ഹൈക്കോടതി വിജയിയുടെ പ്രചാരണ വാഹനം കസ്റ്റഡിയിലെടുക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇതിനിടെ കേസന്വേഷിക്കാൻ കോടതി നിയോഗിച്ച പ്രത്യേക സംഘം കരൂരിലെത്തി. നോർത്ത് സോൺ IG അസ്ര ഗർഗിന്റെ നേതൃത്വത്തിലുള്ള ടീമിൽ 2 വനിതാ ഉദ്യോഗസ്ഥരടക്കം 8 പേരാണുള്ളത്. മദ്രാസ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ TVK നേതാക്കളായ N ആനന്ദും CT നിർമ്മൽകുമാറും സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ഇതിനിടെ ആദ്യമായി കരൂരിലെത്തിയ TVK നേതാക്കൾ ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളെയും പരുക്കേറ്റവരെയും സന്ദർശിച്ചു. അപകട സ്ഥലത്ത് വിജയ് എത്താത്തതിൽ ജില്ലാ നേതാക്കൾക്ക് അമർഷമുണ്ട്. 24 ചെന്നൈ. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.